LDFിലെ CPI-CPM ബന്ധം ഏറെ നാളായി വഷളായ അവസ്ഥയിലാണ്. PMCയിലെ തിരുത്തൽ, വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനം, ഇങ്ങനെ CPMനെ അസ്വസ്ഥപ്പെടുത്തുന്ന നിരവധി നീക്കങ്ങൾ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. LDFിലെ തിരുത്തൽ ശക്തിയാകാനുള്ള ശ്രമമാണ് CPI നടത്തുന്നതെന്ന അഭിപ്രായമാണ് CPMനുള്ളത്. ഒപ്പം തന്നെ CPM BJPയുമായി സന്ധി ചെയ്യുന്നു എന്ന സന്ദേശം കൂടി പരത്തുന്നതാണ് CPI നടപടികളെന്നും വിമർശനമുണ്ട്. ഇപ്പോൾ ഈ വിമർശനങ്ങൾ പരസ്യമായി തുടങ്ങുകയാണ്. CPM-CPS തർക്കം രൂക്ഷമായ പാലക്കാട് ജില്ലയിൽ നിന്നാണ് പരസ്യ വിമർശനത്തിന്റെ വാർത്തകൾ വരുന്നത്. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാറാണ് രൂക്ഷമായ വിമർശനം നടത്തിയത്. ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിൽ ഉത്തരം താങ്ങുന്ന പല്ലിയാണ് CPI എന്നാണ്, അതായത് പല്ലിയുടെ മാനസിക അവസ്ഥയിലാണ് CPIക്കുള്ളത് എന്നാണ് അജയകുമാർ വിമർശിച്ചത്. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPMനും, ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ CPIക്കുമാണ് എന്നതാണ് അവരുടെ സമീപനം. കേവലം 5% വോട്ട് മാത്രമേ സംസ്ഥാനത്ത് CPIക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് CPIക്ക് ജയിക്കാനാവില്ലെന്നും അജയകുമാർ പറഞ്ഞു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിയിൽ ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. മുന്നണിയിലെ പ്രബലരായ CPMും CPIയുമാണ് നേർക്കുനേർ നിൽക്കുന്നത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് ചൊല്ലിയാണ് ഇരു പാർട്ടികളും ഇടഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ നേർക്കുനേരല്ലാതെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്തു. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി അടുത്തിടെ നടത്തിയ പരാമർശങ്ങളാണ് CPI ഉരസലിലേക്ക് നയിച്ചത്. മുസ്ലിം ലീഗിനെതിരായ സംസാരിക്കുകയാണ് വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുവെന്ന ആരോപണം ഉയർന്നത്. ഇതിനെ പരസ്യമായി വിമർശിച്ച് ബിനോയ് വിശ്വം രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ വെള്ളാപ്പള്ളിയെ തള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പിന്നാലെ 3ാം തവണയും കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് പ്രതികരിച്ച വെള്ളാപ്പള്ളിക്ക് കനത്ത മറുപടിയാണ് CPI നൽകിയത്. ഇടതുമുന്നണിക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം മുന്നണിക്ക് ബാധ്യതയാവുമെന്നും വിശ്വം തുറന്നടിച്ചു. വെള്ളാപ്പള്ളിയുമായി അകലം പാലിക്കേണ്ടതിനെ അടിവരയിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ കൈ കൊടുക്കുമെങ്കിലും ഒരിക്കലും തന്റെ കാറിൽ ഒപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനായി കഴിഞ്ഞ സെപ്റ്റംബറിൽ വെള്ളാപ്പള്ളിയും പിണറായിയും ഒന്നിച്ചു നടത്തിയ കാർ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെ തന്നെ പിണറായി നടേശൻ ബന്ധം കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും മുസ്ലിം വോട്ടുകൾ അകറ്റിയെന്ന CPI പ്രതികരണമാണ് ഇതിന് തീ പകർന്നത്. പക്ഷേ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളിക്കുള്ള തന്റെ പിന്തുണ പിണറായി ഊട്ടിയുറപ്പിച്ചു. ബിനോയ് വിശ്വമല്ല പിണറായി വിജയനെന്നും അദ്ദേഹത്തിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാമെങ്കിലും താൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് കരുതുന്നതായിരുന്നു പിണറായി പ്രതികരിച്ചത്. ഏതാനും വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായൊരു പേരുകാരിൽ ഒരാളാണ് വെള്ളാപ്പള്ളി. ഏറെ മുസ്ലിങ്ങൾക്കെതിരായ വിവാദ പ്രസ്താവനകളായുമാണ് അദ്ദേഹം കളം നിറഞ്ഞത്. ധ്രുവീകരണത്തിന് കാരണക്കാരെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെതിരെയും നടേശൻ പലപ്പോഴായി കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. നടേശന്റെ വിവാദപരമായ പരാമർശങ്ങൾക്കിടയിലും CPM തന്ത്രപരമായി അദ്ദേഹത്തോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഭരണകക്ഷിയായ പാർട്ടി പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് BJP നേടാൻ ശ്രമിക്കുന്ന ഈഴവ സമുദായ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമാണിതെന്നാണ് വിലയിരുത്തൽ. നടേശൻ CPMനായി രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ നയിക്കുന്ന ഭാരത് ധർമ്മ ജനസേന അഥവാ BDJS BJP നയിക്കുന്ന NDAയുടെ ഒരു സഖ്യകക്ഷി കൂടിയാണ്. എന്നിരുന്നാലും അച്ഛൻ മകൻ ജോഡി പലപ്പോഴും പരസ്പരം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. 2018 ശബരിമല പ്രക്ഷോഭകാലത്ത് സ്ത്രീകൾക്കും പുരോഗമന മൂല്യങ്ങൾക്കും വേണ്ടി വാദിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നവോത്ഥാന സംരക്ഷണ സമിതി, നവോത്ഥാന സംരക്ഷണ ഫോറം നടേശൻ നയിച്ചപ്പോൾ തുഷാറും BJPയും നേരിട്ടുള്ള എതിർപ്പിലായിരുന്നു എന്നത് രാഷ്ട്രീയ കേരളം ഇനിയും മറന്നിട്ടില്ല.